നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാറൊക്കെയായി പ്രവാസികളായിട്ടുള്ള മലയാളികൾ എല്ലാവരും നാട്ടിലേക്ക് എത്തിയിരുന്നു. തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ച് അവിടേക്ക് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്, അതായത് തിരിച്ച് പ്രവാസ ലോകത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. സ്കൂൾ തുറക്കാനിരിക്കുമ്പോൾ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഇതൊരു പക്ഷെ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ദർഹം തന്നെ നിങ്ങളിൽ നിന്നും പിഴയായിട്ട് ഈടാക്കുന്നുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും എല്ലാവർക്കുമായി പോലീസ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ആ വിവരം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? എന്തായാലും സ്കൂൾ തുറക്കുന്നതുമായി അനുബന്ധിച്ച് റോഡിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്പം നേരത്തെ ഇറങ്ങണം. ജോലി സമയത്ത് കൃത്യസമയത്ത് എത്തുന്നതിന് പിന്നീട് വാഹനം സ്പീഡ് കൂട്ടി ഓടിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല കേരളത്തെ ഇപ്പോൾ തന്നെ ഒരു എപ്പോഴും കളിയാക്കും, ഒരു കാല് ഒന്ന് അകത്തി വെച്ചാൽ അതിനിടയിൽ കൂടെ വരെ പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് ഓടിക്കാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കുക. ഗതാഗത നിയമം പാലിച്ച് സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്ന് രക്ഷിതാക്കളോടും സ്കൂൾ ബസ് ഡ്രൈവർമാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് മുന്നിൽ കണ്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും തിരിച്ചെടുക്കാനും എത്തേണ്ടത്. സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം തിരക്ക് കൂട്ടി ഗതാഗത നിയമം തെറ്റിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ സ്കൂളിൽ നേരിട്ട് എത്തിക്കുന്ന ചില രക്ഷിതാക്കളും സ്വകാര്യ ഡ്രൈവർമാരും ഗതാഗത നിയമം പാലിക്കുന്നില്ല എന്നുള്ളത് മുൻകാല അനുഭവം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാരൊന്നും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ കയറ്റാനും ഇറക്കാനും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡിന്റെ മധ്യത്തിൽ വാഹനം നിർത്തിയിടരുത്. കാരണം അങ്ങനെ ഇടുമ്പോൾ ബാക്കിൽ കൂടെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഗതാഗത കുരുക്കിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അത് ചിലരുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കാണാം. കാരണം അവരെ മറ്റുള്ളവരെ നോക്കത്തേയില്ല. അവർ നിൽക്കുന്നിടത്ത് അവരെ അവിടെ നിർത്തും. അപ്പൊ സൈഡ് ചേർത്തിടാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റ് ഡ്രൈവർമാരുമായിട്ട് വെറുതെ വഴക്കിനുള്ള കാരണമാകും. അത് വീണ്ടും ഗതാഗത കുരുക്കിന് കാരണമാകും. അതുപോലെ സ്കൂൾ പരിസരത്ത് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വേഗത കുറയ്ക്കണം. സീബ്ര ക്രോസിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണം. സ്കൂൾ ബസ്സിന് അനുവദിച്ച പാർക്കിങ്ങിൽ നിർത്തിയ ശേഷം മാത്രമേ വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. അല്ലാതെ മറ്റു സ്ഥലങ്ങളിലാക്കുമ്പോൾ ബാക്കി വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാനും അപകടമുണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ചില സ്കൂളുകളിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ പല സ്കൂളുകളിലും അങ്ങനെ അകത്തേക്ക് ഈ പ്രൈവറ്റ് വണ്ടികൾ പോകാറില്ല. പക്ഷെ കോളേജുകളിലാണ് അത്തരത്തിൽ പ്രൈവറ്റ് വണ്ടികൾ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ പ്രൈവറ്റ് വണ്ടികൾ കയറുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരിടത്ത് കുട്ടിക്ക് അപകടം ഉണ്ടായിരുന്നു. പക്ഷെ തലനാഴിക്കുന്ന കുട്ടി രക്ഷപ്പെട്ടതെന്നുള്ളത്. കാരണം കുട്ടികൾ നോക്കില്ലല്ലോ. അവർ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് ഈ വണ്ടി വരുന്നവർ ശ്രദ്ധിക്കുകയില്ല. എന്തായാലും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ വണ്ടികൾ നിർത്തിയിടുമ്പോൾ സ്റ്റോപ്പ് അടയാളം നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. അങ്ങനെ സ്റ്റോപ്പ് അടയാളം ഇട്ട് കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ 5 മീറ്റർ അകലത്തിലേ നിർത്തിയിടാവുള്ളൂ. ഈ സ്റ്റോപ്പ് സിഗ്നൽ ഇട്ടതിന്റെ തൊട്ടടുത്ത് കൊണ്ട് നിർത്താൻ പാടില്ല. സ്റ്റോപ്പ് അടയാളമിട്ട് നിർത്തിയിട്ട ബസ്സിനെ മറികടക്കുന്ന മറ്റു വാഹനക്കാർക്ക് 1000 ദിർഹം പിഴയുണ്ട്. 10 ബ്ലാക്ക് പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിശ്ചിത ബസ് സ്റ്റോപ്പിലും സമയത്തും വിദ്യാർത്ഥികൾ എത്തിയെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കേണ്ടതുണ്ട്. കുട്ടി വൈകുകയോ മുടങ്ങുകയോ ചെയ്യുന്ന ദിവസം ആ വിവരം മുൻകൂട്ടി ബസ് ഡ്രൈവറെയും അറിയിക്കണം. ആ ബസ്സിലെ അറ്റൻഡറെയും അറിയിക്കണം. അതുപോലെ തന്നെ ഒരു നിശ്ചിത ബസ് ഉണ്ടെങ്കിൽ ആ നമ്പർ ബസ്സിൽ മാത്രമേ കുട്ടികളെ കയറ്റാവുള്ളൂ. തോന്നുന്ന ബസ്സിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണെന്നുകൊണ്ട് കുട്ടികൾക്ക് ഓരോരോ വണ്ടികൾ മാറി കയറരുത്. അതുപോലെ വരിയിൽ നിന്ന് സമയബന്ധിതമായിട്ടാണ് ബസ്സിൽ കയറേണ്ടത്. മറ്റു കുട്ടികളെ തള്ളുകയോ ഇടയ്ക്ക് ഓടിച്ചാടി കയറുകയോ അങ്ങനെ ഒന്നും തന്നെ പാടില്ല എന്ന് കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ഇത് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറുടെയും അറ്റൻഡറുടെയും അനുമതി ഇല്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ബസ് ഡ്രൈവറുടെയും അറ്റൻഡറുടെയും നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും വളരെ കൃത്യമായി തന്നെ ഈ ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഡ്യൂട്ടി സമയത്ത് ഡ്രൈവർമാർ കൃത്യമായി തന്നെ യൂണിഫോം ധരിച്ചിരിക്കണം. ആശയവിനിമയം നടത്തേണ്ട ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോ അറബിക്കിലോ ഒക്കെ ആയിരിക്കണം. ഒരു പക്ഷേ പ്രവാസികളായിട്ടായിരിക്കും, നിങ്ങൾ മലയാളിയായിട്ടുള്ള കുട്ടിയായിരിക്കും, പക്ഷെ അവരോടുകൂടി ഇംഗ്ലീഷിലോ എന്തായാലും സംസാരിച്ചിരിക്കണം. ശേഷിയിലേറെ കുട്ടികളെ ബസ്സിൽ കയറ്റരുത്. വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്റർ മാത്രമാകണം. അത് കൂടാനോ പാടില്ല. കുറയുന്നത് അത്രയും നല്ലതായിരിക്കും. പക്ഷെ ചിലയിടങ്ങളിൽ കുറയാനും പാടില്ല എന്നുള്ളതല്ലോ. ഇനി മാനേജ്മെന്റിനോടും ഒക്കെ തന്നെ വ്യക്തമായി അവർ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഗതാഗതത്തിന് ശീതീകരിച്ചതും അതുപോലെ തന്നെ GPS സംവിധാനം, CCTV ക്യാമറയും ഉള്ള ബസ് ആയിരിക്കണം നൽകേണ്ടത്. ബസ്സിൽ ശുചിത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. എമർജൻസി എക്സിറ്റ് സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബസ്സിനകത്ത് 10 മീറ്റർ ഇടവിട്ട് അഗ്നിശമന സംവിധാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബസ്സിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇവിടത്തെ KSRTC നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഡ്രസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ
പറഞ്ഞ പോലെ ചീപ്പോ കണ്ണാടിയോ സോപ്പോ അല്ലെങ്കിൽ പാറ്റ ഗുളികയോ പാറ്റയോ ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഗതി ഒരവസ്ഥ ഉണ്ടാകരുത്. സ്കൂൾ ബസിന്റെ നിറം മഞ്ഞ തന്നെ ആയിരിക്കണം. സ്കൂൾ ബസ് എന്ന ഇംഗ്ലീഷിലും അറബിക് ഭാഷയിലും എഴുതിയിരിക്കണം. ബസ്സിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് ജീവനക്കാരെ ചുമതലപ്പെടുത്തണം എന്നത് വ്യക്തമായുള്ള മാർഗനിർദ്ദേശമാണ്. ഇനി ആരെങ്കിലും ഇത് ലംഘിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ പിഴയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതുപോലെ തന്നെ ഈ അധ്യയന വർഷത്തെ കലണ്ടർ വന്നിട്ടുണ്ട്. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് 135 ദിവസത്തെ അവധിയാണ് കൊടുക്കുന്നത്. 313 ദിവസത്തെ അധ്യയന വർഷത്തിൽ 178 ദിവസം മാത്രമാണ് ക്ലാസുകൾ ഉണ്ടാകുക എന്ന് കേൾക്കുന്ന മാതാപിതാക്കൾ ചോദിക്കും, സ്കൂൾ തുറന്നില്ല, അതിനിടയ്ക്ക് തന്നെ അവധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതുകൊണ്ട് ഇന്ന ദിവസങ്ങളിലാണ് അവധിയെന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിലേക്ക് പോകുന്നതോ അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ UAE ലോകത്തെ ഏറ്റവും കൂടുതൽ അവധിക്കാലം ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇനി മാറുന്നത്. ഈ അവധികൾ വെറും ഒഴിവുകാലമല്ല, മറിച്ച് പഠനത്തോടൊപ്പം വിശ്രമത്തിനും ഉന്മേഷത്തിനും വേണ്ടിയുള്ളതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. 68 ദിവസം വാരാന്ത്യ അവധി, മിഡ് ടേം അവധിയായി 1ാം സെമസ്റ്റർ മിഡ് ടേം അവധി 7 ദിവസം, 2ാം സെമസ്റ്റർ മിഡ് ടേം അവധി 5 ദിവസം, 3ാം സെമസ്റ്റർ മിഡ് ടേം അവധി 7 ദിവസം, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഡിസംബർ 8 മുതൽ ജനുവരി 4 വരെയുള്ള 30 ദിവസത്തെ ശൈത്യകാല അവധിയും ലഭിക്കുന്നുണ്ട്. മാർച്ച് 16 മുതൽ 29 വരെയുള്ള 14 ദിവസത്തെ സ്പ്രിംഗ് അവധി എന്നിവയും ലഭിക്കുന്നുണ്ട്. ഈ ഇടവേളകൾ കുട്ടികൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും തന്നെ ഊർജ്ജസ്വലരാകാനും ഉള്ള ഒരു അവസരം കൂടിയാണെന്ന് അധ്യാപകരും സ്കൂൾ ടീച്ചർമാരും അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. ഈ അവധിക്കാലം എന്ന് പറയുന്നത് പുതിയ കഴിവുകൾ നേടാനും പുസ്തകങ്ങൾ വായിക്കാനും കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനും പുതിയ ഹോബികൾ കണ്ടെത്താനും ഒക്കെ അവസരം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, ഇൻസ്ട്രുമെന്റ് തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ പരിശീലനം നേടാനും ഈ സമയം ഉപയോഗിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് പാരന്റ്സിനോടൊപ്പം യാത്ര ചെയ്യാൻ കൂടിയുള്ളതാണെന്ന് പറയുന്നത്. അല്ലാതെ മൊബൈൽ ഫോണിൽ മാത്രം ചെലവഴിക്കാനല്ല, പുസ്തകം വായിക്കാനും കൂടി സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ അത് തീർച്ചയായിട്ടും നോക്കുക. കുട്ടികൾക്ക് ഇപ്പോൾ പുസ്തകം വായിക്കുന്ന കുട്ടികളെ കാണാനില്ല, ആർക്കും പറഞ്ഞൂടാ. അവരുടെ പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ അതൊക്കെ എന്ത് പഴഞ്ചൻ ഏർപ്പാടാണെന്ന് ചോദിക്കും. കേരളത്തിൽ പോലും കുട്ടികൾ പുസ്തകം വായിക്കാറില്ല. പിന്നെ മാതാപിതാക്കളെ കുട്ടികളെ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചെറിയ ടാസ്കുകളോ പസിൽസോ ഒക്കെ കൊടുത്ത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതു അവധികൾ ഷെഡ്യൂൾ ചെയ്ത അവധിയും ഒരുമിച്ച് വരുന്നതിനാൽ കൂടുതൽ അവധി ലഭിക്കും. ഈദുൽ ഫിത്തർ, ഈദ് അൽ അദ തുടങ്ങിയ ആഘോഷങ്ങൾ അവധിക്കാലത്തോട് ചേർന്ന് വരുന്നുണ്ട്. യാത്ര ചെയ്യുന്നവർക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും പ്ലാൻ ചെയ്യാനും ചെലവ് കുറഞ്ഞ രീതിയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും സാധിക്കും. ഇത് കുടുംബങ്ങൾക്ക് ഏറെ സഹായകമാണ്. അതെ, പുതിയ കലണ്ടർ വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കാനും അത് അറിയിക്കാനും. ഈദുൽ ഫിത്തറിന് അവധി വേണമെന്നുണ്ടെങ്കിൽ എന്നാണ് അവധി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയുമ്പോൾ അത്രയും ദിവസം മുൻകൂട്ടി തന്നെ നമുക്ക് ഫ്ലൈറ്റിലെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ പോയാൽ മാത്രമല്ല പ്രവാസികൾക്ക് എല്ലാം, അതായത് നാട്ടിലും വരണം, അതെ യാത്രയും പോകണം, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹ ലക്ഷ്യത്തിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഓരോ കലണ്ടർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇത് UAE വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഒപ്പം മറ്റു ഹോബീസിനും സമയം കണ്ടെത്താൻ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലെ? അതായത് വളരെ പ്രയോജനകരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കൂടുതൽ പോഷിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിന് മാതാപിതാക്കൾ കൂടി കൂടുതൽ ഊന്നൽ നൽകുക, ശ്രദ്ധ നൽകുക. തീർച്ചയായും സ്കൂൾ തുറക്കുകയാണ്. അവധിക്ക് ശേഷമാണ് സ്കൂൾ തുറക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഇത് ഈ 2 മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ കേരളത്തിലായിരിക്കാം. മൊത്തം സാഹചര്യവും അറ്റ്മോസ്ഫിയറും എല്ലാം മാറി പുതിയൊരു ലോകത്തേക്ക് വീണ്ടും എത്തുന്നത് പോലെയായിരിക്കും അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. എന്തായാലും ആ ഒരു കംഫർട്ട് സോണിലൊക്കെ നിർത്തിക്കൊണ്ട് വീണ്ടും പഠനമൊക്കെ തന്നെ ആരംഭിക്കുക. തീർച്ചയായും മറ്റ് വിശദമായ വിവരവുമായി അടുത്ത ദിവസം കാണാം.